ടിമാരുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയും ട്രെയിൻ യാത്രയിലെ പൊതുവിലുള്ള സുരക്ഷിതത്വവുമെല്ലാം വീണ്ടും ചർച്ചയിലാവുകയാണ്. വീണ്ടും ട്രെയിനിനുള്ളിൽ ടിമാർക്ക് മർദ്ദനം അടിക്കടി വാർത്തയാകുന്നുണ്ടെങ്കിലും കേസുകളിൽ പരിഹാരമാകുന്നില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഏപ്രിൽ 4 നടന്ന സംഭവം. ടി ആക്രമിച്ച സംഭവത്തിൽ കണ്ണടച്ച റെയിൽവേ പോലീസ്. ടി ആക്രമിച്ച ഭിക്ഷാടകനെ കണ്ടെത്തി ഫോട്ടോ റെയിൽവേ പോലീസിന് കൈമാറിയിട്ടും അന്വേഷണമില്ല. മെയ് 6 സൗത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പ്രതിയെ കണ്ടത്. അക്രമത്തിനിരയായ ടി ജെയ്സൺ അക്രമിയെ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുക്കുകയായിരുന്നു. ശേഷം റെയിൽവേ പോലീസിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റെയിൽവേ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രതിയെ കണ്ടെത്താനായില്ലെന്നാണ് വിശദീകരണം. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിലെ ടി ജെയ്സനാണ് അന്ന് ആക്രമിക്കപ്പെട്ടത്. ഇയാളെ ആക്രമിച്ച ഭിക്ഷാടകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. മുഖത്തിനടിയേറ്റ ജെയ്സന്റെ കണ്ണിന് പരിക്കേറ്റിരുന്നു. ഭിക്ഷക്കാരൻ ട്രെയിനിൽ കയറുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആക്രമണം. ഭക്ഷണ വിൽപ്പനക്കാരെയും ആക്രമിച്ച ശേഷം ഇയാൾ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാൻ സ്വദേശിയായ ടി വിക്രം കുമാർ മീണയ്ക്ക് മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുക്കാതെ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തിന് പിന്നാലെ മൂക്കിനിടിക്കുകയായിരുന്നു. അതിക്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടിയാണ് വിക്രം കുമാർ മീണ. കൂടാതെ ഇക്കഴിഞ്ഞ ഏപ്രിൽ 2 എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ ടി വിനോദ് കുമാറിനെ ഇതേ രീതിയിൽ ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഇതിനുശേഷവും സമാനമായ പല സംഭവങ്ങളും ട്രെയിനിൽ ആവർത്തിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.